ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്, ശ്രദ്ധിച്ചിരിക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ആൻസർ ദ 3 questions ബേസ്ഡ് ഓൺ ദിസ്. ഇതിനെ ബേസ് ചെയ്തിട്ട് 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ക്ലാസ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 20 വരെ, ഉദാഹരണത്തിന് 0 മുതൽ 20 വരെ മാർക്ക് കിട്ടിയ 17 സ്റ്റുഡൻ്റ് ഉണ്ട്. 20 മുതൽ 20ക്കും 40ക്കും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ P+Q സ്റ്റുഡൻ്റ് ഉണ്ട്. ഇതൊക്കെ ഡാറ്റാസാണ്, ക്ലാസ് ഇൻ്റർവെല്. പക്ഷെ അത് കണ്ട് പേടിക്കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല ഏത് സിഗ്മ FI XI ഇല്ലേ, ഇതന്നെ ഉപയോഗിക്കുള്ളൂ, പേടിക്കണ്ട. ക്ലാസ് തന്നാലും അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടോട്ടൽ ഫ്രീക്വൻസി 120 ആണ്. ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈ ഫ്രീക്വൻസികളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 120 കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മീൻ 50 ആണ്. അങ്ങനെയാണെങ്കിൽ P കാണണം, Q കാണണം, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. 3 ക്വസ്റ്റ്യൻസുകളാണ് വന്നിരിക്കുന്നത്. ഈ ടേബിളില്ലേ, ഈ ടേബിൾ ഞാനൊന്ന് വെർട്ടിക്കലി ഒന്ന് എഴുതിയേക്കട്ടെ. ഓക്കെ, ഈ ടേബിൾ ഞാനൊന്ന് വെർട്ടിക്കലി ഒന്ന് എഴുതാൻ പോവാണേ. ഞാൻ ആ തന്നിരിക്കുന്ന എല്ലാം താഴേക്ക് എഴുതി. ടോട്ടൽ ഫ്രീക്വൻസി എത്രയാണെന്നാണ് പറയുന്നത്? 120 ആണ് ടോട്ടൽ ഫ്രീക്വൻസി. എന്ന് പറഞ്ഞത് ഇവിടെ താഴെ വരുന്ന ആളില്ലേ, സിഗ്മ എഫ് എന്ന് പറയും നമ്മളതിനെ, സിഗ്മ എഫ്. അതാണ് ടോട്ടൽ ഫ്രീക്വൻസി. അത് 120 ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇല്ലേ. അപ്പം തന്നെ നമുക്കൊരു ഇക്വേഷൻ റെഡിയാവും. അപ്പം തന്നെ സിഗ്മ എഫ് 120 ആണ്. ഈ ഫ്രീക്വൻസി എല്ലാം ആഡ് ചെയ്താൽ 120 കിട്ടണം. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ആഡ് ചെയ്താലോ? ഇവിടെ എഴുതട്ടെ സ്റ്റെപ്പ്. 17 + P + Q എല്ലാ ഫ്രീക്വൻസിയും ആഡ് ചെയ്ത 120 കിട്ടുമെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനതൊന്ന് ഇങ്ങനെ എഴുതിക്കോട്ടെ. +19 = 120. എല്ലാ ഫ്രീക്വൻസിയും ആഡ് ചെയ്ത 120 കിട്ടും. നമുക്ക് കുറച്ച് ലെങ്തിയാണ് കേട്ടോ, ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്, ടൈം എടുക്കും, ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ പിയും കൂടി ആഡ് ചെയ്താൽ 2P കിട്ടും. പിയും കൂടി ആഡ് ചെയ്താൽ 2P കിട്ടും. പിന്നെ Qവും -3Qയും കൂടി -2Q കിട്ടും. പിന്നെ 17ഉം 32ഉം 19ഉം കൂടി ആഡ് ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ. 17ഉം 32ഉം 19ഉം ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തോട്ടെ. എന്നിട്ട് 17ഉം 32ഉം 19ഉം ആഡ് ചെയ്ത് എന്നിട്ടത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്. 52 കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഈ നമ്പർ ആഡ് ചെയ്യണതൊന്നും പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 200 ഡിവൈഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ 200 ഡിവൈഡ് ചെയ്താൽ P - Q = 26 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. പിന്നീട് ആവശ്യം വരും അത്. P - Q = 26 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ക്ലിയറായി. ഇവിടെ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? മീൻ = 50 അല്ലേ, മീൻ. അപ്പോൾ മീൻ കാണാനുള്ള ഫോർമുല സിഗ്മ FI XI / സിഗ്മ FI. ഇവിടെ XI ഇല്ല, ക്ലാസ്. മീൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ XI കാണാനായിട്ട് മിഡിൽ വാല്യൂ എടുക്കുക. ക്ലാസിൻ്റെ മിഡിൽ വാല്യൂ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്, മറന്നുകൊണ്ടോ കേട്ടോ. ക്ലാസ് ഇൻ്റർവെൽ തന്നാൽ നമ്മളെ ഫോർമുല തന്നെയാണ് സിഗ്മ FI XI / സിഗ്മ FI. XI കാണണമെങ്കിൽ ക്ലാസിൻ്റെ മിഡിൽ എടുത്ത് ചെയ്താൽ മതി, എപ്പോഴും അങ്ങനെ ചെയ്യുള്ളൂ. 0ൻ്റെയും 20യുടെയും കറക്റ്റ് മിഡിൽ വാല്യൂ 10 ആണ്. അത് എളുപ്പമല്ലേ? 0ൻ്റെയും 20യുടെയും കറക്റ്റ് നടുക്കിരിക്കുന്ന ആൾ 10 അല്ലേ. അതല്ല സ്റ്റെപ്പ് എഴുതണം നിർബന്ധം ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാം? 0 + 20/2 ചെയ്യാം. അതുപോലെ 20യുടെയും 40യുടെയും കറക്റ്റ് നടുക്ക് വരുന്ന ആൾ 30 ആണ്. വേണമെങ്കിൽ അത് 20 + 40/2 ചെയ്തിട്ട് ചെയ്യാം. സെൻറ്റർ വാല്യൂ എടുക്കുക, സെൻറ്റർ വാല്യൂ. ക്ലിയറായി. അതുപോലെ 40 to 60യുടെ മിഡിൽ വാല്യൂ 50 ആണ്. ഇവിടെ 70 ആണ്, ഇവിടെ 90 ആണ്. ഓക്കെ, സോ നമ്മളെ മീൻ കാണാനുള്ള ഫോർമുല x bar = സിഗ്മ FI XI / സിഗ്മ FI. ഇതാണ് x ബാർ കാണാനുള്ള ഫോർമുല.
പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എഫ് ഐ എക്സ് ഐക്ക് വേണ്ടി ഒരു കോളം വേണ്ടി വരും. കാരണം സിഗ്മ എഫ് ഐ എക്സ് ഐ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എഫ് ഐ എക്സ് ഐക്ക് വേണ്ടി ഒരു കോളം വരയ്ക്കേണ്ടി വരും നമ്മൾ. ഇതെവിടെ ഒരു കോളം വരയ്ക്കാൻ പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എഫ് ഐ എക്സ് ഐ പറഞ്ഞു വരുമ്പോൾ സമയം എടുക്കും. എഫ് ഐ എക്സ് ഐ എന്ന് പറയുമ്പോൾ 17 × 10 170, 30 × p + q, 50 × 32 അല്ലേ. ഒരു മിനിറ്റ് 50 × 32 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേക്കട്ടെ. 1600, 70 × p - 3q, 19 × 90, 1710. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. സിഗ്മ എഫ് ഐ എക്സ് ഐ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ ആഡ് ചെയ്യുക. ഈ ടിക്ക് ചെയ്തവരില്ലേ, ഈ ടിക്ക് ചെയ്തവരെല്ലാവരും കൂടി ആഡ് ചെയ്താൽ സിഗ്മ എഫ് ഐ എക്സ് ഐ കിട്ടും. ഇതെല്ലാവരും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ എഴുതണോ? 170 പ്ലസ് ഈ 30 വേണമെങ്കിൽ ഉള്ളിലോട്ട് എടുത്ത് ആഡ് ചെയ്ത് തരും ഇപ്പം തന്നെ. 30 × p + q എന്ന് പറയുമ്പോൾ 30 ഉള്ളിലോട്ട് എടുത്തേക്കാം. 30p + 30q. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 1600. ഇവിടെ 70 ഉള്ളിലോട്ട് പോട്ടെ. 210q + 1710. മനസ്സിലായില്ലേ? ടിക്ക് ചെയ്തവരെല്ലാവരും കൂടി ആഡ് ചെയ്തു. നമ്മൾ എഴുതിയിട്ട് ഒന്നും കൂടി ശരിയല്ലെന്ന് നോക്കേണ്ടി വരും. സിഗ്മ എഫ് ഐ എന്താണെന്ന് നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. 120 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സിഗ്മ എഫ് 120 എന്ന് എഴുതി. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 30p-യും 70p-യും കാണുന്നുണ്ട്. 30p-യും 70p-യും കൂടിയും 100p ആവും. 30q-യിൽ നിന്ന് 210q മൈനസ് ചെയ്താലോ? 30q - 210q ചെയ്ത് കഴിഞ്ഞാൽ -180q വരും. വളരെ കെയർഫുള്ളായിരിക്കണം. എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ കംപ്ലീറ്റ് പോകും. വളരെ കെയർഫുള്ളായിരിക്കണം. അപ്പോൾ പിയും ക്യൂ ഒക്കെ എഴുതി കഴിഞ്ഞു. പിന്നെ നമ്പറുകളാണ് 170, 1600 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അതൊന്ന് ആഡ് ചെയ്യട്ടെ. 170 ഉണ്ട് അവിടെ. പിന്നെ ഒരു 1600 കാണുന്നുണ്ട്. പിന്നെ ഒരു 1710യും കാണുന്നുണ്ട്. 3480 / 120. ഇതെന്താണെന്നാണ് പറയുന്നത് ക്വസ്റ്റ്യനിൽ? മീൻ തന്നിട്ടില്ലേ ക്വസ്റ്റ്യനിൽ? 50. മീൻ 50 ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ അല്ലേ. ഇതിങ്ങനെ 120 അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 100p - 180q + 3480 = 120 × 50. ഇത് നമുക്കൊക്കെ ചെയ്യാൻ കുറച്ചുണ്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് ആൻസർ കിട്ടും. 3480 അങ്ങോട്ട് എടുക്കുക. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ബോറിംഗ് ആയിട്ട് തോന്നരുത്. ഇത് ലെങ്തി പ്രോബ്ലമാണ്. 3480 അങ്ങോട്ട് എടുക്കുമ്പോൾ 100p - 180q = 6000 - 3480 ചെയ്ത് നോക്കട്ടെ. 2520 കിട്ടും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് വേണമെങ്കിൽ ഒരു 10 വെച്ച് ഡിവൈഡ് ചെയ്യാം. രണ്ട് സൈഡിൽ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 10p - 18q = 252 കിട്ടും. എന്നിട്ട് വേണമെങ്കിൽ ഒരു 2 കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം രണ്ട് സൈഡിലും. അതൊക്കെ ഞാൻ പറഞ്ഞു പോവാലോ അല്ലേ. രണ്ട് സൈഡിലും വേണമെങ്കിൽ ഒരു 2 കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്തേക്കാം. 10p-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5p, 18q-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9q, 252-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 126. നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയിട്ടുണ്ട്. ഒരു ഇക്വേഷൻ ആയിട്ടുണ്ട്. p - q 26ഉം 5p - 9q 126ഉം. ഇത് രണ്ടും സോൾവ് ചെയ്താൽ പിയും ക്യൂവും കിട്ടും. ആ p - q 26 നമുക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിൽ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എലിമിനേഷൻ എളുപ്പമാവും.
ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ. ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതിക്കോട്ടെ. 5p മൈനസ് 5q ഈക്വൽ ടു ഏതാണെന്ന് മനസ്സിലായില്ലേ? ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. 26 × 5 വരും, 130 വരും. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? 1 എന്തെങ്കിലും പേര് കൊടുക്കുക. ഇവിടെ ബ്രാക്കറ്റിനകത്ത് മറന്നുകൊണ്ടിരിക്കുന്ന എഴുതാം. മൾട്ടിപ്ലൈ 1/5 എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചേര്. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 തന്നെ പേര് കൊടുത്തോ, കുഴപ്പമില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ല, പേര് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇവിടെ നോക്കി ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യാം. ആരും ലീവ് ചെയ്യരുത്. ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 5pയും 5pയും വെട്ടിപ്പോവും. അതായത് സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ചെയ്യുക. 5p മൈനസ് 5p വെട്ടിപ്പോയി. മൈനസ് 5q പ്ലസ് 9q വരും. കാരണം ഇത് മൈനസ് ഇതാണല്ലോ. മൈനസ് 5q മൈനസ് ഓഫ് മൈനസ് 9q. മൈനസ് 5q പ്ലസ് 9q 4q. 130 മൈനസ് 126 ചെയ്ത് കഴിഞ്ഞാൽ 4 വരും. അപ്പോൾ q ഈക്വൽ 1. q ഈക്വൽ 1 എവിടെ ഇട്ട് കൊടുക്കുക? ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കുക. ഇതെവിടെ? ആദ്യത്തെ 1 q-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ p ഈക്വൽ 27 കിട്ടും. പിയും ക്യൂ കൂടി ഒന്നിച്ച് അങ്ങോട്ട് കിട്ടും. കുറച്ച് ലെങ്തി ആണെങ്കിലും 3 എണ്ണം കൂടി 2 എണ്ണം പെട്ടെന്ന് അങ്ങോട്ട് കിട്ടും. അപ്പോൾ പിയും കിട്ടി, ക്യൂവും കിട്ടി. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ഈസ് ഡബിൾ, വാട്ട് വുഡ് ബി ദ മീൻ? ഫ്രീക്വൻസി ഡബിൾ ആക്കി കഴിഞ്ഞാൽ മീൻ എന്താവും? മീൻ 50 ആണ്. ഇനീഷ്യലി മീൻ 50 ആണ്. എല്ലാവരും ഫ്രീക്വൻസി ഡബിൾ ആക്കിയാണ്. അതായത് 17 എന്നുള്ളത് 34 ആക്കി. p പ്ലസ് ക്യൂ എന്നുള്ളത് 2 ടൈംസ് p പ്ലസ് ക്യൂ ആക്കി. 2 ടൈംസ് 32 ആക്കി, എക്സെട്ര. എല്ലാവരും ഫ്രീക്വൻസി ഡബിൾ ആക്കിയാൽ പുതിയ മീൻ എന്തായിരിക്കും? ഓർത്ത് വെച്ചോ, നോ ചേഞ്ച് ഇൻ ദ മീൻ. അതെന്താ കാരണം? കാരണം ഞാൻ പറഞ്ഞുതരാം. എക്സ് ബാർ കാണാനുള്ള ഫോർമുല സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ ആണ്. നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഇതിനിങ്ങനെ എഴുതിക്കോട്ടെ. സിഗ്മ എഫ് ഐ എക്സ് ഐ എന്ന് പറഞ്ഞാൽ F1 x1 F2 x2 ഒത്തിരി ഒന്നും എഴുതണ്ട, എക്സെട്ര. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ആ സിഗ്മ കളയാണ്. ആ സിഗ്മ അവിടെ ഇരുന്ന കൺഫ്യൂഷൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാൽ F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് എക്സെട്ര. ഇതാണല്ലോ എക്സ് ബാർ. എല്ലാ ഫ്രീക്വൻസി ഡബിളാക്കി. F1 എന്നുള്ളത് 2 ടൈംസ് F1 ആക്കി. F2 എന്നുള്ളത് 2 ടൈംസ് F2 ആക്കി, എക്സെട്ര. എല്ലാ ഫ്രീക്വൻസി ഡബിൾ ആക്കി കഴിഞ്ഞാൽ മീൻ പഴയ തന്നെയായിരിക്കുമോ അതോ എന്തെങ്കിലും വ്യത്യാസം വരും? അപ്പോൾ ന്യൂ മീൻ, ഇഫ് ഫ്രീക്വൻസി ഈസ് ഡബിൾ, ദ ന്യൂ മീൻ ഫ്രീക്വൻസി ഡബിൾ ആക്കി കഴിഞ്ഞാലേ ഈ F1 എന്നുള്ളത് 2 ടൈംസ് F1 എന്ന് എഴുതേണ്ടി വരും നമ്മൾ, അല്ലേ? F2 എന്നുള്ളത് 2 ടൈംസ് F2 നമ്മൾ എഴുതേണ്ടി വരും, എക്സെട്ര. താഴെ F1 എന്നുള്ളത് 2 ടൈംസ് F1 എന്ന് എഴുതേണ്ടി വരും. F2 എന്നുള്ളത് 2 ടൈംസ് F2 എന്ന് എഴുതേണ്ടി വരും, എക്സെട്ര. അപ്പോൾ മുകളിൽ നിന്നും താഴെ നിന്നും 2 കോമൺ ആയിട്ട് എടുക്കുക. മുകളിൽ എല്ലാത്തിലും 2 കോമൺ ആണ്, താഴെ എല്ലാത്തിലും 2 കോമൺ ആണ്. മുകളിൽ നിന്ന് 2 പുറത്തോട്ട് എടുത്ത് താഴെ നിന്നും 2 പുറത്തോട്ട് എടുക്കുമ്പോൾ 2 വെട്ടിപ്പോവും. മുകളിലും താഴെ 2 വെട്ടിപ്പോയിട്ട് F1 x1 പ്ലസ് F2 x2 എക്സെട്ര. താഴെ F1 പ്ലസ് F2 പ്ലസ് എക്സെട്ര. അതായത് പഴയ മീൻ തന്നെയാണ്, ഓൾഡ് മീൻ തന്നെയാണ്. F1 x1 പ്ലസ് F2 x2 ബൈ F1 പ്ലസ് F2 എന്ന് പറഞ്ഞാൽ പഴയ മീൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഫ്രീക്വൻസി ഡബിൾ ആക്കിയിട്ട് ഒരു വ്യത്യാസം വരുന്നില്ല മീനിൽ. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? നമ്മൾ സിഗ്മ ഇല്ലാതെ എഴുത്, കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ സിഗ്മ ഇല്ലാണ്ട് എഴുത്. F1 x1 പ്ലസ് F2 x2 എക്സെട്ര ബൈ F1 പ്ലസ് F2 പ്ലസ് F3 എക്സെട്ര. ഫ്രീക്വൻസി ഡബിൾ ആക്കി കഴിഞ്ഞാൽ F1 എന്നുള്ളത് 2F1 ആക്കി, F2 എന്നുള്ളത് 2F2 ആക്കി, താഴെയും അതേപോലെ.
മുകളിൽ നിന്നും താഴെ നിന്ന് 2 കോമൺ ആയിട്ട് എടുത്തപ്പോൾ 2 വെട്ടിപ്പോയിട്ട് നമ്മൾ പഴയ മീൻ തന്നെ വന്നു. അപ്പോൾ മീനിൽ ചേഞ്ച് വരുന്നില്ല. ഫ്രീക്വൻസി 10 ഇരട്ടി ആക്കിയാലും 3 ഇരട്ടി ആക്കിയാലും എത്ര ഇരട്ടി ആക്കിയാലും മീൻ മാറുന്നില്ല. ഇതൊന്ന് എഴുതിയെടുക്കാം എല്ലാവരും.